പ്രൊഫസർ എ ജി ജോർജ് സാർ, ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് തുടർ തട്ടിപ്പുകളും വ്യാജ പ്രചാരണങ്ങളും തടയുന്നതിന്റെ ഭാഗമായി പ്രമുഖ മെസ്സേജിംഗ് ആപ്പ് ടെലഗ്രാമിന് ഇന്ത്യയിൽ താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ജൂൺ 21 നടക്കാനിരിക്കുന്ന നീറ്റ് UG 2026 പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി ജൂൺ 22 വരെയാണ് ഈ ഒരു ആക്സസ് പരിമിതപ്പെടുത്തുകയും ഒപ്പം ജൂൺ 30 വരെ ഈ മെസ്സേജുകൾ എഡിറ്റ് ചെയ്യുന്നത് തടയാനുമാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സാർ, എങ്ങനെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ ഒരു നീക്കത്തെ നോക്കിക്കാണുന്നത്? ജമീഷെ, നമ്മൾ സാധാരണ നാടൻ പ്രയോഗമുണ്ടല്ലോ, മുഖം വികൃതമാകുന്നതിന് കണ്ണാടി തല്ലി പൊട്ടിക്കുക എന്ന ഒരു പ്രയോഗമുണ്ട് മലയാളത്തിൽ. ഇത് യഥാർത്ഥത്തിൽ അതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വതന്ത്ര ഭാരതത്തിന്റെ ചരിത്രത്തിൽ ആദ്യമാണ് ഇത്രയും കേന്ദ്ര പരീക്ഷകൾ മുഴുവൻ തട്ടിപ്പിനും അതുപോലെ തന്നെ ഇതുപോലെയുള്ള അഴിമതികൾക്കും വിധേയമായിക്കൊണ്ടിരിക്കുന്നത്. എത്രയോ പരീക്ഷകളാണ് ഇതിനോടകം തന്നെ ഇന്ത്യയിൽ ഈ ദേശീയ പരീക്ഷാ ഏജൻസികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സിവിൽ സർവീസ് പരീക്ഷ മുതൽ നീറ്റ് മുതൽ അതുപോലെ തന്നെ പല തരത്തിലുള്ള ഔദ്യോഗികമായിട്ടുള്ള ജോലി സംബന്ധമായിട്ടുള്ള പരീക്ഷകൾ, അതുപോലെ തന്നെ വിദ്യാഭ്യാസ ഉപരിപഠനത്തിന് ആവശ്യമായിട്ടുള്ള പരീക്ഷകളൊക്കെ ആണല്ലോ UPSC അതുപോലെ സിവിൽ സർവീസ് എക്സാമിനേഷൻ ബോർഡ്, ഏറ്റവും ഒടുവിൽ രൂപീകരിക്കപ്പെട്ടതായ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന് പറയുന്ന NTA, നീറ്റ്, അതുപോലെ തന്നെ നെറ്റ് തുടങ്ങിയ പരീക്ഷകളൊക്കെ നടത്തുന്ന ഏജൻസികളൊക്കെ എത്രയോ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളെയാണ് ഇതുപോലെ പരീക്ഷിച്ച് വിജയിപ്പിച്ചും തോൽപ്പിച്ചും വിട്ടിട്ടുള്ളത്. അന്നൊന്നും ഉണ്ടാകാത്ത വിധം ഇപ്പോൾ ഈ ക്രമക്കേടുകളും അതുപോലെ തന്നെ വലിയ തട്ടിപ്പുകളും ചോദ്യപേപ്പർ ചോർച്ചയും ഒരു വലിയ മാഫിയ സംഘം ഇന്ത്യയിൽ ആകമാനം പ്രവർത്തിക്കുന്നു എന്നുള്ളത് തെളിയിക്കത്തക്ക രീതിയിലുള്ള സംഭവങ്ങളാണല്ലോ നടക്കുന്നത്. അപ്പോൾ അതിന് ഉത്തരവാദപ്പെട്ട ഏജൻസികളെ പുനഃസംഘടിപ്പിക്കുകയും ഉത്തരവാദപ്പെട്ട ആളുകളെ ശിക്ഷിക്കുകയും ചെയ്യുന്നതിന് പകരം ജനങ്ങൾക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അടച്ചുപൂട്ടുക എന്ന് പറയുന്നത് ഒരു ഏകാധിപത്യ സർക്കാരിന്റെ സ്വഭാവമാണ്. അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. നമ്മളിപ്പോൾ വിവരാവകാശ നിയമം അതുപോലെയുള്ള നിയമങ്ങളൊക്കെ പാസാക്കിയ ഒരു രാജ്യത്ത് ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശങ്ങൾ, ജനങ്ങൾക്ക് വിവരങ്ങൾ ശേഖരിക്കാനുള്ള സംവിധാനങ്ങൾ, സങ്കേതങ്ങളൊക്കെ അടച്ചുപൂട്ടുക എന്ന് പറയുന്നത് ശുദ്ധ ഒരു തരം പറഞ്ഞാൽ അധികാര ദുർവിനിയോഗമാണ്, ഏകാധിപത്യമാണ്, നെറികെട്ട ഒരു പരിപാടിയാണ്. ഇതിന് ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരണം. ഇത് നടത്തുന്നതായി ഏജൻസികളെ കുറ്റമറ്റതായി പ്രവർത്തിക്കാൻ അനുവദിക്കണം. അതിന് പ്രാഗൽഭ്യമുള്ള നിഷ്പക്ഷരായിട്ടുള്ള ആളുകളെ കൊണ്ടുവന്ന് ഇത് പുനഃസംഘടിപ്പിക്കണം. ഇതൊക്കെയാണ് ഈ സമയത്തിന്റെ ആവശ്യം. അതിന് പകരം ജനങ്ങൾക്ക് വിവരങ്ങൾ അറിയാനുള്ള അല്ലെങ്കിൽ ജനങ്ങൾക്ക് വിവരങ്ങൾ പരിശോധിക്കാനുള്ള ആധുനിക സാങ്കേതിക സങ്കേതങ്ങളെ ഇല്ലാതെയാക്കുകയും അടച്ചുപൂട്ടുകയും ചെയ്യുന്ന ഏർപ്പാടുകൾ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. നമുക്കറിയാം, ഫേസ്ബുക്ക്, മെറ്റ പോലുള്ള ഏജൻസികളിലൊക്കെ ഇതുപോലെ പല വിധത്തിലുള്ള പരാതികളൊക്കെ ഉണ്ടാകുമ്പോൾ അവരാരും അടച്ചുപൂട്ടിയിട്ടില്ല. അവർ പരാതികൾ പരിശോധിക്കുകയും അത് അഭിസംബോധന ചെയ്തുകൊണ്ട് അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികളൊക്കെ ഇതിനകത്ത് ഇടപെട്ടിട്ട് ഇതിന്റെ പോരായ്മകൾ കണ്ടുപിടിച്ച് കേന്ദ്ര പരീക്ഷാ ഏജൻസികളെ പുനഃസംഘടിപ്പിക്കുക, അതായത് കുറ്റം ചെയ്യുന്ന മാഫിയ സംഘവുമായി ബന്ധിച്ച് പ്രവർത്തിക്കുന്ന പരീക്ഷകന്മാരെയും അതുപോലെയുള്ള ഉദ്യോഗസ്ഥന്മാരെയും തുറുങ്കിലടയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഈ സമയത്ത് ഈ അനുഭവത്തിൽ നിന്ന് പറയാനുള്ളത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ടെലിഗ്രാം എന്ന് പറയുന്ന സംവിധാനത്തെ അടച്ചുപൂട്ടുന്നതിനോട് ഇന്ത്യയിലെ പൊതുസമൂഹം അത് അംഗീകരിക്കുകയില്ല. ഇപ്പോൾ ബഹുമാന്യായ പ്രതിപക്ഷ നേതാവ് ഇന്നലെ രാജസ്ഥാനിലെ കോട്ടയിൽ ഇത് സംബന്ധിച്ചൊരു വൻപിച്ച പ്രകടനം നടത്തിയിരിക്കുകയാണ്. യുവാക്കളാകെ അസ്വസ്ഥരാണ്, പരീക്ഷാർത്ഥികളാകെ അസ്വസ്ഥരാണ്. 10,000-കണക്കിന് വിദ്യാർത്ഥികളും യുവാക്കളുമാണ് അദ്ദേഹത്തിന്റെ പിന്നിൽ അണിനിരന്നുകൊണ്ട് വലിയ ഒരു പ്രക്ഷോഭം തുടങ്ങിയിരിക്കുന്നത്. സാർ, ഇതിനിടയിൽ പറയാനുള്ളത്, എന്തായാലും സാർ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസ് ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയും ശക്തമായ ഭാഷയിലാണ് ഇതിനെതിരെ ആഞ്ഞടിച്ചത്. ഇതിനു മുൻപ് കോക്രോച്ച് പാർട്ടിയും ഇതേ വിഷയത്തിൽ കേന്ദ്രത്തിനെതിരെ രംഗത്ത് വന്നതാണ്. എന്നിട്ടും മോദിയോ കേന്ദ്ര സർക്കാരോ BJPയോ ഈ മന്ത്രിയെ തള്ളിപ്പറയാൻ പോലും തയ്യാറായിട്ടില്ല. കൂടുതൽ മന്ത്രിയെ സംരക്ഷിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എത്ര നാൾ ഇങ്ങനെ സംരക്ഷിക്കും? ഈ വീഴ്ച മറച്ചു വെക്കാനാകും കേന്ദ്ര സർക്കാരിന്? ജമീഷെ, കുറ്റം ചെയ്ത ആരെങ്കിലും കുറ്റം ചെയ്തു എന്ന് സമ്മതിക്കുമോ ജമീഷെ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നീതിന്യായ കോടതികളുടെ ഒന്നും ആവശ്യമില്ലല്ലോ. ഇവിടെ ഒരു കാരണവശാലും, പ്രത്യേകിച്ച് കഴിഞ്ഞ 12 വർഷമായി അധികാരത്തിലിരിക്കുന്ന ഈ പറയുന്ന
മോദി സർക്കാർ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിപക്ഷത്തിന്റെ വസ്തുനിഷ്ഠമായിട്ടും യുക്തിസഹജമായിട്ടുള്ള ആക്ഷേപങ്ങൾ അത് മുഖവിലേക്ക് എടുത്തിട്ടുണ്ടോ? അതെല്ലാം രാഷ്ട്രീയമായിട്ടല്ലേ അവർ കൈകാര്യം ചെയ്യുന്നത്. ഇവിടെ സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നത് പ്രതിപക്ഷമാണ് എന്നുള്ള ഒറ്റ കാരണത്താൽ അതിനെ നിഷേധിക്കുകയും അങ്ങനെയുള്ള ആളുകളെ ഏതെങ്കിലും തരത്തിൽ മറ്റ് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കൊണ്ട് വീർപ്പ് മുട്ടിക്കുകയും അല്ലെങ്കിൽ അന്വേഷണം നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രതികാര രാഷ്ട്രീയമല്ലേ കഴിഞ്ഞ 12 വർഷമായി ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ജനതാ പാർട്ടി അതല്ലേ ചെയ്തത്. അതിന്റെ മറ്റൊരു പ്രതിഫലനമായിരുന്നല്ലോ ഈ അടുത്ത സമയത്ത് രമേശ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഉദയം. പണ്ട് നമുക്ക് അറിയാമല്ലോ, ആം ആദ്മി പാർട്ടി ഇതുപോലെയുള്ള ഒരു സാഹചര്യത്തിലാണ് രൂപപ്പെട്ടത്. അതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടതല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്നത് ഇപ്പോൾ അവർ തന്നെ പറയുന്നു, ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടിയല്ല, ഞങ്ങൾ ഈ രാജ്യത്തെ തൊഴിലില്ലാത്ത യുവാക്കളുടെയും അതുപോലെ തന്നെ പരീക്ഷാർത്ഥികളായിട്ടുള്ള യുവതി യുവാക്കളുടെയും ലക്ഷക്കണക്കിനുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിനും പരിഹാരം കാണുന്നതിനുമാണ് ഞങ്ങൾ ഇത് തുടങ്ങിയിരിക്കുന്നത്. അതിൽ ആദ്യത്തെ നടപടിയായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി അടിയന്തരമായി രാജിവെച്ചൊഴിയണം, അദ്ദേഹത്തിന് ആ കസേരയിൽ ഇരിക്കാൻ യാതൊരു യോഗ്യതയുമില്ല എന്നുള്ളതാണല്ലോ അവർ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊരു കാരണവശാലും മോദി സർക്കാർ അംഗീകരിക്കുകയില്ല എന്നുള്ള കാര്യം പകല് പോലെ വ്യക്തമല്ലേ? അങ്ങനെ അംഗീകരിച്ചാൽ അവർ കുറ്റം ചെയ്ത് സമ്മതിക്കുന്നതിന് തുല്യമല്ലേ? അപ്പോൾ അവർ തൊഴിലായങ്ങൾ പറഞ്ഞുകൊണ്ട് ഇതുപോലെയുള്ള മറ്റുള്ളവരുടെ വായടപ്പിക്കാനും മാധ്യമങ്ങൾക്കൊക്കെ കൂച്ചുവിലും കിടങ്ങാനും അതൊക്കെ അടച്ചുപൂട്ടാനുമുള്ള നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഏകാധിപത്യപരമായിട്ടുള്ള ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത്. ഇത് അധികകാലം അവർക്ക് വെച്ചു നടത്താൻ സാധ്യമല്ല. അതുകൊണ്ട് മാന്യമായി എത്രയും വേഗം ഈ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ച് സ്ഥാനമൊഴിഞ്ഞ് മറ്റാരെങ്കിലും ചുമതല ഏൽക്കണം. അതോടൊപ്പം തന്നെ ഈ കേന്ദ്ര പരീക്ഷാ ഏജൻസികളെ മുഴുവൻ സമഗ്രമായി പുനഃസംഘടിപ്പിക്കാൻ നടപടികൾ എടുക്കുകയും വേണം. ഓക്കെ സാർ, എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇതിനെതിരെ ഉയർന്നു വരുന്നുണ്ട്. കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഇനി എന്ത് നടപടി ഉണ്ടാകുമെന്ന് നമുക്ക് കണ്ടറിയാം.